നെക്സ്റ്റ് വൺ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കോമ്പിനേഷൻ, ഗ്രൂപ്പ്, ക്രൗഡ്, ഫ്ലക്സ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കോമ്പിനേഷൻ ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. പക്ഷേ നമ്മൾ ഈ ഇലക്ട്രിക് ഫ്ലക്സ് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു സംഗതി കൂടി അതിനകത്ത് അറിഞ്ഞിരിക്കണം. അതായത് ഏരിയ വെക്റ്റർ എന്ന് പറഞ്ഞൊരു കുഞ്ഞു ടോപ്പിക് കൂടെ നിങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. സോ ഏരിയ വെക്റ്റർ സാധാരണ രീതിയിൽ നമ്മൾ ഏരിയയെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഏരിയ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഏരിയ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് അറിയോ? നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്താൽ, അതായത് ഇതൊരു പെർട്ടിക്കുലർ ഏരിയ ആണെങ്കിൽ, ഇതൊരു ഏരിയ ആണെങ്കിൽ ആ ഏരിയ എന്ന് പറയണത് അല്ലെങ്കിൽ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മൾ ഏത് സർഫസ് ആണോ കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഇതൊരു പെർട്ടിക്കുലർ സർഫസ് ആണെങ്കിൽ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ വെക്റ്റർ എപ്പോഴും അതിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ. നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സർഫസ്, ഇപ്പോൾ എൻ്റെ കൈയാണ് സർഫസ് എങ്കിൽ ആ സർഫസ്, ഇതൊരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതായിരിക്കും അവിടുത്തെ വെക്റ്ററിന്റെ ഡയറക്ഷൻ, ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ. ഏത് സർഫസ് ആണോ നമ്മൾ എടുക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഇങ്ങനെ ഒരു സർഫസ് ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഏത് സർഫസ് നമ്മൾ എടുത്താലും അതിന് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ വെക്റ്ററിന്റെ, ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ഏരിയ വെക്റ്റർ. ഇനി ഈ സാധനം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഫ്ലക്സിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കോമ്പിനേഷനാണ്, ഗ്രൂപ്പാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഈ ഇലക്ട്രിക് ഫ്ലക്സിനെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സപ്പോസ് എന്താ ഇവിടെ ഒരു ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ ഇതൊരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതൊരു പെർട്ടിക്കുലർ ഏരിയ ആണ്. അപ്പോൾ ആ പെർട്ടിക്കുലർ ഏരിയയിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഈ ഏരിയയിൽ ഇവിടുത്തെ ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഇതാണ് ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ. ഇതാണ് ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ. ദിസ് ഏരിയ വെക്റ്റർ. ഈ ഫീൽഡ് ലൈൻസിൽ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഈ ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഇതിനിടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഫൈ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ആയതുകൊണ്ട് അതിന്റെ കൂടെ ഫൈ ഇ എന്നും കൂടെ ആഡ് ചെയ്യും. ഈ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്റ്റർ. ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്റ്ററിന്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഇലക്ട്രിക് ഫ്ലക്സ്. ബിക്കോസ് ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് എ സ്കെലാർ ക്വാണ്ടിറ്റി. സ്കെലാർ ക്വാണ്ടിറ്റി വരുന്നതുകൊണ്ടാണ് അതിന്റെ പ്രോഡക്റ്റ് ഒരു സ്കെലാർ പ്രോഡക്റ്റ് വരുന്നത്, ദാറ്റ് ഇസ് ഡോട്ട് പ്രോഡക്റ്റ് വരുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഏതൊരു ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്ന ഒരു സർഫസ് എടുത്താലും അവിടെ ഇലക്ട്രിക് ഫീൽഡ് കാണുമല്ലോ, ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണുമല്ലോ. ആ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്റ്ററിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ എങ്കിൽ തീർച്ചയായിട്ടും ആ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഇസ് എ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്റ്റർ. ഓർ A dot B. A dot B is AB cos theta. So E dot A is EA cos theta, where theta is the angle between E and A. Electric field name area vector name ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. So that is phi is equal to EA cos theta. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് phi is equal to E dot A അല്ലെങ്കിൽ EA cos theta ആയിരിക്കും. ഇതിന്റെ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ചാർജ് ആണ്. അതിന്റെ യൂണിറ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ന്യൂട്ടൺ പെർ കൂളോം. ഫോഴ്സ് ബൈ ചാർജ് അല്ലെങ്കിൽ ന്യൂട്ടൺ കൂളോം റൈസ് ടു -1. സോ അതിന്റെ കൂടെ ഏരിയയും കൂടെ ആഡ് ചെയ്യാം. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. സോ ന്യൂട്ടൺ കൂളോം റൈസ് ടു -1 മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ കൂളോം റൈസ് ടു -1 ന്യൂട്ടൺ പെർ കൂളോം മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ കൂളോം റൈസ് ടു -1 മീറ്റർ സ്ക്വയർ. ദിസ് ഇസ് ദ ഏരിയ, സോറി ദിസ് ഇസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ്. ഓക്കെ, ഇനി സാധാരണ രീതിയിൽ നമ്മൾ ഇത്രയും വലിയൊരു സർഫസ് ഏരിയ മാറ്റിയിട്ട് നമ്മൾ ഇവിടെ ഒരു കുഞ്ഞ് സർഫസ് ഏരിയ കൺസിഡർ ചെയ്തു. ഇതൊരു സ്മോൾ സർഫസ്, ഇതൊരു ടോട്ടൽ ലാർജ് ഏരിയ ഉണ്ട്. ആ ലാർജ് ഏരിയയിലുള്ള ഒരു സ്മോൾ സർഫസ് ഏരിയ, ഒരു വളരെ ചെറിയൊരു സർഫസ് ഏരിയ ഞാൻ DS എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഇസ് എ ഡിഫറൻഷ്യൽ ഓഫ് S. ഓക്കെ, S ഇസ് എ ടോട്ടൽ സർഫസ് ഏരിയ. അതിന്റെ ഒരു കുഞ്ഞ് സർഫസ് ഏരിയ നമ്മൾ എടുക്കും. ആ കുഞ്ഞു സർഫസ് ഏരിയയ്ക്കും തീർച്ചയായിട്ടും ഡയറക്ഷൻ ഉണ്ട്, ഏരിയ വെക്റ്റർ ഉണ്ട്. ആ ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സോ ദിസ് ഈസ് എ ഡയറക്ഷൻ ഓഫ് DS. അവിടെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നു. ദിസ് ഈസ് എ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ആ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്കറിയാം ഈ DS മൂലം അല്ലെങ്കിൽ ആ DS എന്ന് പറഞ്ഞ ഈ
ഇതിനകത്തുള്ള ടോട്ടൽ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ഫൈ എങ്കിൽ ഡി എസ് എന്ന് പറയുന്ന സ്മോൾ സർഫസ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സ്മോൾ ആയിട്ടുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആയിരിക്കും. അപ്പൊ ആ സ്മോൾ ഇലക്ട്രിക് ഫ്ലക്സിനെ ഞാൻ ഡി ഫൈ എന്ന് വിളിച്ചു. സ്മോൾ ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ ഡി ഫൈ എന്ന് വിളിച്ചു. സോ ഡി ഫൈ ഈസ് ഇ ഡോട്ട് ഡി എസ്. അപ്പൊ ഡി ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇ ഡോട്ട് ഡി എസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ ഇ ഡോട്ട് എ ആണ്, അതിന് പകരം അവിടെ ഇ ഡോട്ട് ഡി എസ്. കാര്യം സർഫസ് ഏരിയ വളരെ കുഞ്ഞായി, അപ്പൊ തീർച്ചയായിട്ടും ഇലക്ട്രിക് ഫ്ലക്സും വളരെ കുഞ്ഞാവും. സോ ഡി ഫൈ ഈസിക്കൽ ഇ ഡോട്ട് ഡി എസ്. ഇനി നമുക്ക് അതിൽ നിന്ന് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിലോ, സോ ഡി എക്സിനെ എക്സ് ആക്കണമെങ്കിൽ, ഡി ഫൈയെ ഫൈ ആക്കണമെങ്കിൽ, അതിന്റെ ടോട്ടൽ സാധനം കണ്ടുപിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇന്റഗ്രേഷൻ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ, സോ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് that means phi. Total electric flux എന്ന് പറയുന്നത് phi ആണ്. So that must be integral d phi. So എന്ന് പറയുന്നത് integral d phi ആണ്. So that is integral e dot ds. ഈ സ്മോൾ ഇലക്ട്രിക് ഫ്ലക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടത്തുള്ളൂ. സോ ദാറ്റ് ഇസ് phi is equal to integral e dot ds. ഒന്നുകിൽ നമുക്ക് e dot a എന്ന് റെപ്രസെന്റ് ചെയ്യാം, അവിടെ മൊത്തത്തിലുള്ള ഒരു ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ phi is equal to e dot a എന്ന് പറയാം. അതിന് പകരം നമുക്ക് ഡി എസ് എന്ന് പറഞ്ഞ ഒരു സ്മോൾ സർഫസ് ഏരിയ മാത്രമേ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് phi is equal to integral e dot ds. e dot ds നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. ദാറ്റ് ഇസ് phi is equal to integral e dot ds. This is a total electric flux. So electric flux എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ പെർട്ടിക്കുലർ ഏരിയ. ഒരു പെർട്ടിക്കുലർ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ, ദാറ്റ് ഇസ് E equals theta. സോ അതിൽ നമുക്ക് അതിന്റെ യൂണിറ്റ് കിട്ടും ന്യൂട്ടൺ പെർ കൂളോം മീറ്റർ സ്ക്വയർ. ദാറ്റ് ഇസ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. ആൻഡ് ഈ സ്മോൾ ഇലക്ട്രിക് ഫ്ലക്സിനെ ദാറ്റ് ഇസ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. ദാറ്റ് ഇസ് phi is equal to integral E dot ds ആയിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് കണ്ടിന്യൂവസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സോ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ കഴിഞ്ഞതിൽ ഡിസ്കസ് ചെയ്തു. ഇലക്ട്രിക് ഫ്ലക്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യം തന്നെയാണ് ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷേ അവിടെ നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടേമുകൾ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയാണ് നമ്മൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്നത്. അതായത് എല്ലായിടത്തും എല്ലാ ബോഡിയിലും ഇപ്പോൾ ചാർജ് ക്യാരി ചെയ്യുന്ന ഒരു ബോഡി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ബോഡിയുടെ ഡയമെൻഷൻ അനുസരിച്ച് പല ഡയമെൻഷനിലും ചിലപ്പോൾ അതിലെ ലെങ്തിൽ മൊത്തം ചാർജ് ഉണ്ടാവാം. ചില പെർട്ടിക്കുലർ ബോഡി ആണെങ്കിൽ അതിൻ്റെ ഏരിയ മൊത്തം ചാർജ് സ്പ്രെഡ് ചെയ്തിരിക്കാം. ചിലതാണെങ്കിൽ അതിൻ്റെ വോളിയം മീൻസ് അതിനകത്ത് മൊത്തം ചാർജ് ആയിരിക്കാം. മീൻസ് ആ വരുന്ന അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏത് ബോഡിയിലാണോ ചാർജ് ഉള്ളത് ആ ബോഡിയുടെ ഡയമെൻഷൻ അനുസരിച്ച് ചാർജ് സ്പ്രെഡ് ആവും. ഓക്കെ, അപ്പോൾ ഈ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും 3 മെത്തേഡ്സിലാണ്. അതിൻ്റെ ഡയമെൻഷൻ അനുസരിച്ച് 3 മെത്തേഡിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. അതിൽ ആദ്യത്താണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ദാറ്റ് മീൻസ് നമ്മളൊരു പെർട്ടിക്കുലർ ലെങ്ത് ഉള്ള ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിന് ലെങ്ത്, അപ്പോൾ അതിന് ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അതിന് ലെങ്ത്തിൽ മാത്രമായിട്ട് സപ്പോസ് അത് എൽ ലെങ്ത് ഉള്ള ഒരു സാധനമാണെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി നമ്മളെ ലാംഡ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഓൾവേസ് ഈക്വൽ ടു ദിസ് ടോട്ടൽ ചാർജ് ബൈ ലെങ്ത് ആയിരിക്കും. ടോട്ടൽ ചാർജ് ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞ ക്യൂ ആണെങ്കിൽ ആ ക്യൂവിനെ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലീനിയർ ചാർജ് ഡെൻസിറ്റി ദാറ്റ് ഇസ് ലാംഡ കിട്ടും. യൂണിറ്റ് ഓഫ് ലീനിയർ ചാർജ് ഡെൻസിറ്റി വിൽ ബി കൂളോം പെർ മീറ്റർ. ദാറ്റ് ഇസ് കൂളോം പെർ മീറ്റർ ആയിരിക്കും. ഓക്കെ, കൂളോം പെർ മീറ്റർ, ദാറ്റ് ഇസ് കൂളോം പെർ മീറ്റർ ആയിരിക്കും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സോ സെക്കൻഡ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഓർ സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ സർഫസ് ചാർജ് ഡെൻസിറ്റി വരുമ്പോൾ അതിന്റെ സർഫസ് ഏരിയ, അതിനൊരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഏരിയയിൽ മൊത്തം ചാർജ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ വെച്ചിട്ടാണ്. സോ ദാറ്റ് ഈസ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ചാർജ് ബൈ ഏരിയ. ചാർജിനെ ഏരിയ കൊണ്ട്, ടോട്ടൽ ചാർജിനെ അതിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതിന്റെ ഏരിയ എ ആണെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഓർ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ കൂളോം പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. സോ ദാറ്റ് ഇസ് കൂളോം മീറ്റർ റൈസ് ടു -2 ആണ്. കൂളോം പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ കൂളോം മീറ്റർ റൈസ് ടു -2 ആണ്. മൂന്നാമത്താണ് വോളിയം ചാർജ് ഡെൻസിറ്റി. വോളിയം ചാർജ് ഡെൻസിറ്റി ഓർ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. വോളിയം ചാർജ് ഡെൻസിറ്റി വരുമ്പോൾ അതിന്റെ സർഫസ് ഏരിയ, ഒരു പെർട്ടിക്കുലർ ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
അതിന്റെ വോളിയം മൊത്തം എന്തായിരിക്കും? ചാർജ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഓർ ആ ക്വാണ്ടിറ്റി ആണ് വോളിയം ചാർജ് ഡെൻസിറ്റി. സോ വോളിയം ചാർജ് ഡെൻസിറ്റി നമ്മൾ റോ വെച്ച് റെപ്രസെന്റ് ദാറ്റ് വിൽ ബി ചാർജ് ബൈ വോളിയം ആയിരിക്കും. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് കൂളോം പെർ മീറ്റർ ക്യൂബ് ഓർ കൂളോം മീറ്റർ ഈസ് ടു -3 ആയിരിക്കും. ഓക്കെ, കൂളോം മീറ്റർ ഈസ് ടു -3. സോ ദീസ് ആർ ദ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ്. പല മെത്തേഡിൽ പല രീതിയിലായിരിക്കും ഒരു ബോഡിയിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ക്വാണ്ടിറ്റി അറിയാമെങ്കിൽ നമുക്കിനി മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. സോ നെക്സ്റ്റ് വൺ, ഗൗസസ് തിയറം. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേമുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഇലക്ട്രിക് ഫ്ലക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ് ഗൗസസ് തിയറം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ലാസ്റ്റ് കണ്ടന്റ് ആണ് ഗൗസസ് തിയറം, ദെൻ അതിന്റെ പ്രൂഫും അതിന്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറമാണ് ഗൗസസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഗൗസസ് തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ചാർജ് എടുത്ത് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു. സപ്പോസ് ഒരു ഫ്രീ സ്പേസിൽ നമ്മളൊരു ചാർജ് എടുത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ ചാർജിനെ ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സർഫസ് വരയ്ക്കും. അപ്പൊ ഈ ചാർജിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ഒരു സർഫസ് ഉണ്ട്. ഈ ചാർജിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു സ്ഫിയറിനകത്ത് ഒരു കണ്ടക്ടറിനകത്ത് നമ്മൾ ഒരു ചാർജ് വെച്ചേക്കുന്നു. ഓക്കെ, അപ്പൊ അതിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ഒരു സർഫസ് ഉണ്ട്. ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. ആ ക്ലോസ്ഡ് സർഫസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗോഷിയൻ സർഫസ് എന്ന് വിളിക്കാറുണ്ട്. ദിസ് ഈസ് എ ക്ലോസ്ഡ് സർഫസ്. സോ ക്ലോസ്ഡ് സർഫസ് ഈസ് അതർവൈസ് നോൺ ആസ് ഗോഷിയൻ സർഫസ്. സോ ദിസ് ഈസ് എ ക്ലോസ്ഡ് സർഫസ്. അപ്പോൾ ഒരു ചാർജിനെ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചാർജ് ഒരു സ്ഥലത്ത് വെച്ചിരുന്നാൽ തീർച്ചയായിട്ടും അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരും അല്ലെ. ഈ ചാർജിൽ നിന്ന് ഒത്തിരി, സപ്പോസ് ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആ ചാർജിന്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ വെളിയിലോട്ടായിരിക്കും. ഓക്കെ, അതിൽ നിന്ന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം ദ ചാർജ് ആൻഡ് എൻഡ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം കൂടെ ചേർന്നൊരു ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാകും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണല്ലോ ഇലക്ട്രിക് ഫ്ലക്സ്. ആ ഇലക്ട്രിക് ഫ്ലക്സിനെ ഞാൻ φe എന്ന് വിളിച്ചു. ഈ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ് നമ്മുടെ ഗൗസ് പറഞ്ഞിരിക്കുന്നത്. ഗൗസ് പറഞ്ഞത്രേ ഉള്ളൂ. ഈ ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദിസ് ഇലക്ട്രിക് ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു ദ 1/ε0 ടൈംസ്. ε0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/ε0. ε0 is permittivity of free space. Values 8.85 into 10 raised to -12. Okay, അപ്പോൾ 1/ε0 times the total charge. അപ്പോൾ ഇവിടെ ഒരൊറ്റ ചാർജേ ഉള്ളൂ. So that charge is Q. That is total charge enclosed by the surface. 1/ε0 times the total charge enclosed by the surface. ഇവിടെ ഒരു ചാർജേ ഉള്ളൂ, അതുകൊണ്ട് Q മാത്രം എഴുതിയാൽ മതി. ചിലപ്പോൾ ഇവിടെ 2, 3, 4 ചാർജ് വരാം. അപ്പോൾ ഒരു സം ഓഫ് ക്യൂ എന്നൊക്കെ എഴുതേണ്ടി വരും. സം ഓഫ് ക്യൂ എന്നൊക്കെ എഴുതേണ്ടത് സിഗ്മ ക്യൂ എന്നൊക്കെ എഴുതാം. എത്ര ചാർജ് ഉണ്ടോ അതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് എ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൗസസ് തിയറം. അപ്പൊ എന്താ ഗൗസസ് തിയറം എന്ന് പറയുന്നത്? ഗൗസസ് തിയറത്തിന്റെ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യണം. ഡെഫിനിഷൻ ചോദിക്കും. സ്റ്റേറ്റ് ഡിഫൈൻ ഗൗസസ് തിയറം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഗൗസസ് തിയറം? അപ്പോൾ ഗൗസസ് തിയറം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച്. എവിടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച്? ഒരു ചാർജിനെ എൻക്ലോസ് ചെയ്യുമ്പോഴത്തേക്കുള്ള, ഒരു ചാർജിനെ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച്. ആ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 times the charge enclosed by the surface. The 1/ε0 times the total charge enclosed by the surface. ഇതായിരിക്കും φ = 1/ε0. അപ്പൊ ഡെഫിനിഷൻ ഒന്നുകൂടെ ഓർക്കാം. എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? The total electric flux over any closed surface. എവിടെയെങ്കിലും ഉള്ള ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചല്ല പറയുന്നത്. ഒരു ക്ലോസ്ഡ് സർഫസിനകത്തുള്ള ഇലക്ട്രിക് ഫ്ലക്സ് over in a closed surface is equal to, അതിനെ കുറിച്ച് എന്താ പറയുന്നത്? is equal to 1/ε0 times ആ സർഫസിനകത്ത് എത്ര ചാർജ് ഉണ്ടോ into Q. Okay, so that is a Gauss's theorem. Total electric flux over any closed surface is 1/ε0 times the total charge enclosed by the surface. അങ്ങനെയാണെങ്കിൽ total electric flux, that is phi is, നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു, it is the dot product of E dot ds. That is also equal to 1/ε0 times the Q. Okay, so this is the Gauss's theorem. ഇതാണ് എന്ന് പറയുന്നത് Gauss's theorem. Okay, അപ്പോൾ ഈ Gauss's theoremത്തിന്റെ പ്രൂഫിന് നമ്മൾ പഠിക്കണം. ഇതേ കണ്ടീഷൻ തന്നെ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ 1-2 പ്രോപ്പർട്ടീസ് എല്ലാം ഓർത്തിരിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്, ഇപ്പോൾ സപ്പോസ് ഇതിനകത്ത് ഒരു 2 കൂളോം ചാർജ് ഉണ്ട്. 2 കൂളോം + 2 കൂളോം ചാർജ് ആണ്. അപ്പോൾ +2 കൂളോം ചാർജ് ആണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും?
സോ 1/ε0 into 2. ഓക്കെ, എത്രയെന്ന് വെച്ചാൽ അത്രയും ഇലക്ട്രിക് ഫ്ലക്സ് ആയിരിക്കും. ഇനി നമ്മൾ വേറൊരെണ്ണം കൺസിഡർ ചെയ്യുന്നത്, ഇതിനകത്ത് നമ്മൾ ഒരു +1 കൂളോം +3 കൂളോം അങ്ങനെ 2 ചാർജ് ഉള്ള സർഫസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് വിൽ ബി 1/ε0 into ടോട്ടൽ 3 + 1 it is 4. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ക്ലോസ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിനകത്ത് ഒരു +5 കൂളോമ്പും -3 കൂളോമ്പും ചാർജ് ഉണ്ട്. സോ ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് വിൽ ബി 5 = 1/ε0 into +5 - 3 +2 അല്ലേ കാണത്തുള്ളൂ into 2. ഓക്കെ, ഇനി വേറൊരെണ്ണം നമ്മൾ ഇവിടെ ഒരു ക്ലോസ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ വെളിയിലൊരു +2 കൂളോമ്പും അകത്തൊരു +1 കൂളോമ്പും +3 കൂളോമ്പും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് വിൽ ബി +2 കൂളോം നമുക്ക് എടുക്കാൻ പറ്റുമോ? ഈ ക്ലോസ് സർഫസിന് അകത്തുള്ളത് മാത്രമല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് വിൽ ബി 1/ε0 into 3 + 1 is 4. ഓക്കെ, ഇങ്ങനെ പോയി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ, നമ്മളൊരു ഡൈപോൾ എടുത്ത് ഒരു ക്ലോസ് സർഫസിൽ വെക്കുന്നു. ഒരു ഡൈപോൾ +2 കൂളോമ്പും -2 കൂളോം, എങ്ങനെയുള്ള ഇതിനെ നമ്മൾ ഡൈപോൾ എന്ന് വിളിക്കുന്നേ? Two equal and opposite charges separated by a small distance. അതാണല്ലോ ഒരു ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പൊ +2 ഉം -2 ഉം ടോട്ടൽ ചാർജ് എന്താ? 5 = 1/ε0 into ടോട്ടൽ ചാർജ് +2 -2 വരുമ്പോൾ 0 അല്ലേ വരുന്നേ? അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ഇല്ല. അപ്പോ ഇറ്റ്സ് very important conclusion. When an electric dipole is enclosed by a closed surface, ഒരു ഇലക്ട്രിക് ഡൈപോളിനെ എൻക്ലോസ് ചെയ്ത് വെച്ചിരുന്നാൽ, അക്കോർഡിംഗ് ടു ഗോസസ് തിയറം അനുസരിച്ച് അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആയിരിക്കും. കാര്യം അവിടെ ടോട്ടൽ ചാർജ് 0 ആണ്. നമ്മുടെ ഗോസസ് തിയറം അനുസരിച്ച് 1/ε0 into Q ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ അവിടുത്തെ ഫ്ലക്സ് 0 ആയിരിക്കും, കാരണം ടോട്ടൽ ചാർജ് 0 ആയിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ. ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഒരു ക്ലോസ് സർഫസ് വെച്ചിട്ട് നമ്മളൊരു ഡൈപോളിനെ എൻക്ലോസ് ചെയ്താൽ, ദാറ്റ് മീൻസ് +Q -Q ചാർജ് ഉള്ള, ഇങ്ങനെയുള്ള 2 ചാർജ് ഉള്ള ഒരു ഡൈപോളിനെ നമ്മൾ ഒരു ക്ലോസ് സർഫസ് വെച്ച് എൻക്ലോസ് ചെയ്തിരുന്നാൽ ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് 1/ε0 into Q. Q ഉണ്ട് ഇവിടെ, +Q -Q 0 ആയിപ്പോ. സോ 1/ε0 into 0, that is total electric flux will be 0. So this is ഗോസസ് തിയറം. ഇതാണ് ഗോസസ് തിയറം. അപ്പൊ ഗോസസ് തിയറം പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ്. എവിടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആണ്? ഒരു ചാർജിനെ ഒരു സർഫസ് വെച്ച് എൻക്ലോസ് ചെയ്തിരിക്കുമ്പോഴുള്ള ഇലക്ട്രിക് ഫ്ലക്സ്. ആ ഇലക്ട്രിക് ഫ്ലക്സ് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും? 1/ε0 ടൈംസ് അത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് അതിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 5 = 1/ε0 into ദാറ്റ് ഈസ് എ ടോട്ടൽ ചാർജ്. ഒരു Q ഉണ്ടെങ്കിൽ Q, ഇപ്പൊ Qയും Q കൂടെ ഉണ്ടെങ്കിൽ 2Q എന്ന് എഴുതേണ്ടി വന്നത്. ഇപ്പൊ 4 Qs ആണുള്ളെങ്കിൽ 4Q എന്ന് എഴുതേണ്ടി വന്നത്. അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ് ഗോസസ് തിയറം. ഇനി നമുക്ക് അടുത്തത് അതിന്റെ പ്രൂഫാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്.